ഒന്നുമില്ലടാ. ഇതിപ്പോ ജമ്പിങ് സർക്കസ് അല്ലേ? ഇങ്ങോട്ടോ ഇങ്ങോട്ടോ വലിയ സ്പീഡിൽ ചാടുന്നു കേട്ടോ. റെഡി വാ. 1 2 അങ്ങനെ എടുക്കൂല, മടിക്കൂല. നേരെ എടുത്തേക്കും, നേരെ മനസ്സിലാ. അങ്ങനെ എടുക്കൂല. ഓ നീ വിളിച്ചാലും കിട്ടിയത് പോലെ പോകാനുള്ള പരിപാടിയാ? വടി എടുത്തോണ്ട് വരുന്ന കേട്ടോ. എടുത്തോണ്ടോ. പാലിൻ്റെ മൊന്തയൊക്കെ എടുത്ത് പാല് പഠിക്കാൻ പോന്നെയാ? പാല് പഠിക്കും. പാലെടുക്കും. വെള്ളം കൊടുത്തു. നമസ്കാരം പറയാം. ഡാൻസ് നല്ലോണം കളിക്കണം. കളിക്കും. ഡാൻസ് കളിയാട്ടോ. നല്ലോണം കളിക്കും. കുറച്ച് സ്പീഡിൽ. ലൈറ്റ് എടുത്തിട്ട് വാ. ലൈറ്റ് എടുത്തിട്ട് വാടാ. ചെരുപ്പ് എടുത്തോണ്ടോ? ചെരുപ്പ് എടുക്ക്. കൊണ്ടുവാ. വടിയെടുക്ക്. വടി എടുത്തേ. ഇങ്ങോട്ട് തിരിച്ച്. ചേട്ടൻ ഇച്ചിരി പ്രായമുള്ള ആളാട്ടോ. അപ്പം വടിയൊക്കെ നടക്കുന്നത്. പോവാന്ന് പറ. പോവാന്ന്. നമസ്കാരം പറയടാ. നമസ്കാരം കേട്ടോ. ഈ താക്കോൽ ഉണ്ടോ? താക്കോൽ എടുത്തുണ്ടോ? വേഗം കൊണ്ടാ. ഇങ്ങോട്ടാ. കൊണ്ടുപോവാ. ആള് ഭീകരനാട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആള്. ഉണ്ടോ കള്ളനോട്ടം കണ്ടോ? എൻ്റെ കള്ളനോട്ടം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നെ അങ്ങ് പൊക്കുന്നത് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അങ്ങനെ ഒരു നോട്ടം, ഒരു ഓട്ടക്കണ്ണിട്ടൊക്കെ ഒരു നോട്ടം. ബോസ് കണ്ടോ, വലിയ അഹങ്കാരമായിട്ട്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കോളിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കുമാരേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു ഡോഗിനെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഡോഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോഗിനെ തെരുവിൽ നിന്ന് കിട്ടിയ ഒരു ഡോഗാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു നാടൻ പട്ടിയാണ്. അപ്പോൾ ഈ പട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി കമാൻഡുകൾ ഈ ഡോഗ് അനുസരിക്കും. നമുക്കത് നേരിട്ട് കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. കാരണം ഞാനത് വിവരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നായ്ക്കുട്ടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ വീടുകളിലൊക്കെ പട്ടികളെയൊക്കെ വളർത്തുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പെറ്റ് ലവേഴ്സൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഏതായാലും കുമാരേട്ടൻ്റെ വീട്ടിലേക്ക് പോവാം. നമുക്ക് ആ നായ്ക്കുട്ടീനെ ഒന്ന് കാണാം. ഇതാണ് കുമാരേട്ടൻ്റെ വീട്. നമ്മളിപ്പോൾ നമ്മുടെ താരത്തിനെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആൾ ഇവിടെ സ്ഥിരമായിട്ട് വീടിൻ്റെ മുമ്പിൽ തന്നെ കാണും. നമുക്ക് ഏതായാലും കാണാം. നമ്മളിപ്പോൾ കയറി വീട്ടിലേക്ക് എത്തിയുള്ളൂ കേട്ടോ. എത്തിയപ്പോൾ തന്നെ കക്ഷി വീടിൻ്റെ മുമ്പിലുണ്ട്. കുരച്ചറിയിക്കുന്ന ജിമ്മി എന്നൊക്കെ പേര്. ജിമ്മി ഇതാണ് കേട്ടോ ആള്. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കണ്ട ഒരു പോസിറ്റീവ് വൈബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡോഗിനെ ആ ചേട്ടൻ കെട്ടിയിരിക്കുന്ന സ്ഥലമാണ്. വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ആ ചേട്ടൻ ആ ഒരു പട്ടിയോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാധാരണ ആരും അങ്ങനെ വീടിൻ്റെ ഉള്ളിലൊക്കെ പട്ടികളെ വളർത്താറില്ല പൊതുവേ. അപ്പോൾ ഏതായാലും ഇവിടെ കൂടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വീട്ടിൽ അങ്ങോട്ട് നോക്കിയാൽ എവിടെയും കൂടും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഏതായാലും കുമാരേട്ടനെ ഒന്ന് കാണാം. എന്നിട്ട് കുമാരേട്ടനോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം കേട്ടോ, ജിമ്മിയുടെ കൂടുതൽ വിശേഷങ്ങൾ. ഒന്നുമില്ലടാ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? കുമാരൻ, മട്ടമ്മൽ. കുമാരൻ അല്ലേ? എന്നാണ് ജിമ്മീനെ കിട്ടിയത്? ജിമ്മീനെ കിട്ടിയത് ഞാനിവിടെ ഇരിട്ടിയിൽ പാട്ടത്തിനെടുത്തിട്ട്, 1 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട്
കപ്പയും വാഴയും എല്ലാവിധ കൃഷികളും ഉണ്ടായിരുന്നു. അത് വാട്സപ്പിലൊക്കെ വന്നതാണ്. അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒരു പഴയ ഇതുണ്ടായിരുന്നു, സ്ലാബ് എല്ലാം പൊക്കിയത്, ഒരു കക്കൂസ് ടാങ്ക്. അതിനകത്ത് ഇവൻ കിടന്നിട്ട് കരയുമായിരുന്നു 3-4 ദിവസം. അപ്പോൾ മരിക്കാറായി, ആ രീതിയിലേക്ക് എത്തി. അപ്പോൾ ഞാനോടത്തെ അത് വീട്ടിൽ നിന്ന് വളർത്തുന്നതല്ല, കുഞ്ഞു പട്ടികളെ തള്ളേൻ്റെ അടുത്ത് വിടുന്ന കാര്യമല്ലോ. എത്ര വലിപ്പം ഉണ്ടായിരുന്നു? ചെറിയ കുഞ്ഞ്, പാലും ബിസ്ക്കറ്റും മാത്രമേ കഴിക്കുവന്നു. ഒരു മാസമൊക്കെ ചോറായിട്ടില്ല. ഒരു മാസം ഒക്കെ പ്രായമായി. അത്രേ ഉള്ളൂ. ഇവൻ്റെ കൈക്ക് ചെറിയൊരു പരിക്കുമുണ്ട്, വീണവരായതാന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് ഞാൻ പൊക്കിയെടുത്തോണ്ട് കുളിപ്പിച്ച് പാലൊക്കെ കൊടുത്തു. പിന്നെ ഞാനങ്ങനെ എൻ്റെ പിന്നെ ഷെഡിൻ്റെ അകത്ത് ഇട്ട് വളർത്തി. പുറത്തിറക്കത്തില്ല, പുറത്ത് മുഴുവൻ പട്ടിയാണ്, തെരുനായ്ക്കളല്ലേ. പിന്നെ ഇരുട്ടി ടൗണിലെ പട്ടി മുഴുവൻ അവിടെ വരും. അത് കപ്പയൊക്കെ കണ്ടമാനം നശിപ്പിക്കുമായിരുന്നു, വിളച്ചലുണ്ട്. ചേട്ടൻ കൃഷിയാണല്ലേ? അപ്പോൾ ഞാൻ ഒരു സൂത്രം ചെയ്തു. മൊത്തം ചെറിയ വേലി ഉണ്ടായിരുന്നു, ആ വേലിയിൽ പൊത്തുണ്ടായിരുന്നു. ആ പൊത്തിൽ ഞാനൊരു കെണി വെച്ചു. കെണി വെച്ചിട്ട് ഇത്ര ഒരു മുഴ നീളമുള്ളേ, ഒരു ഏതാണ്ട് ഒരു 1.5 അടി നീളമല്ലേ ഒരു കമ്പ് കെട്ടിയിടും. ഈ കുടുക്ക് മുറുകി കഴിഞ്ഞാൽ ഈ കമ്പ് ഇതിൻ്റെ കൂടെ പോവും, പട്ടീൻ്റെ കൂടെ കഴുത്തിലോടും. അപ്പോൾ ഒറ്റ ഓട്ട, അപ്പോൾ കൂട്ടത്തിലെ പട്ടി എല്ലാം പോവും. അങ്ങനെ അകറ്റി പന്നീനെ ഇങ്ങനെ പാട്ട തെങ്ങ കെട്ടി കല്ലും ഇട്ട് വെല്ല് പോലെ അടിച്ചിട്ട് ഓടിച്ചു. അപ്പൊ അങ്ങനെ ജിമ്മിനെ പിന്നെ ഇവിടെ കിട്ടിയിട്ട് പിന്നെ എങ്ങനെയാ വീട്ടിലേക്ക് ജിമ്മിനെ കയറ്റിയിട്ട് ഞാൻ പിന്നെ എൻ്റെ കൂടെ വളർത്തി. ഇപ്പൊ എത്ര വയസ്സായി ജിമ്മിക്ക്? ജിമ്മിക്ക് ഇപ്പം 3-3.5 വയസ്സായി. 3.5 വയസ്സായി അല്ലേ? ഇപ്പൊ ജിമ്മിനെ എങ്ങനെ ഒത്തിരി ഇതൊക്കെ കമാൻഡൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? അതെങ്ങനെയാ ചേട്ടൻ സ്വന്തം പഠിപ്പിക്കുന്നതാണോ? ഞാൻ പഠിപ്പിക്കുന്നു, വേറെ ആരുമില്ല. ആണല്ലേ? അത് പട്ടീനെ നന്നായിട്ട് സ്നേഹിക്കണം. അതെ. പിന്നെ നമ്മൾ പറയുന്ന ചിട്ടയിലെ കൂടി തന്നെ വളർത്തണം. അതെ. ആദ്യം ഈ പാത്രമൊക്കെ എടുക്കുന്നത് ചോറ് വിളമ്പുന്നിടത്തേക്ക് എൻ്റെ ഷെഡിൽ തന്നെയല്ലോ ഒരു പട്ടി കടിച്ചു പിടിച്ചിട്ട് പിന്നെ ചോറ് വിളമ്പുന്നിടത്ത് കൊണ്ടേ വെപ്പിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ചട്ടങ്ങൾ. പിന്നെ സർക്കസ് കളിപ്പിക്കുന്നുണ്ട്. സർക്കസ് പരിപാടിയൊക്കെ ഉണ്ടല്ലേ? ആള് ഭീകരനാട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആള്. ഉണ്ടോ ആ കള്ളനോട്ടം? കണ്ടോ എൻ്റെ ആ കള്ളനോട്ടം? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, എന്നെ അങ്ങ് പൊക്കുന്നത് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അങ്ങനെ ഒരു നോട്ടം, ഒരു ഓട്ടക്കണ്ണിട്ടൊക്കെ ഒരു നോട്ടം. ബോസ് കണ്ടോ, വലിയ അഹങ്കാരമായിട്ടോ. എന്നെപ്പറ്റി തന്നെ പറയുന്നത് ജിമ്മി, നിന്നെപ്പറ്റി തന്നെയാണ് പറയുന്നത്. ജിമ്മി വിളിയാക്കടാ. അപ്പോൾ ആളെ ഏതായാലും കുറേ കമാൻഡുകളും ഈ ചേട്ടൻ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്യും കേട്ടോ. ആൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡോഗാണ്. ഇനി നമ്മൾ അങ്ങോട്ട് ജിമ്മിയുടെ ജിമ്മി ഈ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും അതിൻ്റെ പുള്ളിയുടെ ജിമ്മിയുടെ കുറേ പരിപാടികളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. ആദ്യം നമസ്കാരം പറയിപ്പിക്കണം. അവിടെ തുടങ്ങി അതുകൊണ്ട് ജിമ്മിനെ ആരും പുറത്തേക്ക് ഇറക്കാം കേട്ടോ. അതതിൻ്റെ തുടക്കം. ജിമ്മി ഇറക്ക്, അങ്ങോട്ട് മറിക്ക്, പുറകിലോട്ട്, പുറകിൽ. അത് നമസ്കാരം പറഞ്ഞേ, നമസ്കാരം പറ. അവിടെ നമസ്കാരം പറ. എന്നാ ജിമ്മി ഇപ്പം നമസ്കാരം പറയാം. ഇത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരം. അതാണ് നമസ്കാരം അല്ലേ? ഒന്നര കാണിച്ചേ നമസ്കാരം. നമസ്കാരം പറ. നമസ്കാരം പറയടാ. അതാ നമസ്കാരം കേട്ടോ. ഈ താക്കോൽ ഉണ്ടോ? താക്കോലെടുത്തുണ്ടോ? വേഗം കൊണ്ടുവരണം, പൊക്കി കാണിക്കണം കേട്ടോ. ഇങ്ങോട്ടാ ഇവിടത്താടാ. കൊണ്ടുപോവാ. റെഡി. താക്കോലെടുത്ത് പോകാന്ന് പറഞ്ഞ് പോവാന്ന് പറയുന്നേ. അതെനിക്ക് എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമോ? എൻ്റെ ഭാഷയിലാവൻ പറയുന്നത് അല്ലേ? അല്ല അത് മതി, അതാ വേണ്ട നമുക്ക്. പോവാന്ന് പറ. പോവാന്ന്. പിന്നെ വടിയെടുക്ക്, വടിയെടുത്തേ. ഇങ്ങോട്ട് തിരിച്ച്. വടി ചേട്ടൻ ഇച്ചിരി പ്രായമുള്ള ആളാട്ടോ, അപ്പോൾ വടിയൊക്കെ പിടിച്ച് നടക്കുന്നത്. ചെരുപ്പെടുത്തോണ്ടോ? ചെരുപ്പടിച്ചിട്ട് പാടാ, നമുക്ക് അവൻ്റെ കൂടെ പോവാ. ചെരുപ്പ് വണ്ടി കയറി പോവാ. ചെരുപ്പ് എടുക്ക്. അത് ഇത് വേണ്ട, അത് ഇരുത്തി പോകുമ്പോഴേ അത് എടുക്ക്. കൊണ്ടുപോവാ. ചെരുപ്പൊക്കെ വണ്ടി കൊടുക്കുന്നത്.
എടുത്തു കൊടുക്കുമോ? അത് എടുക്കാൻ പറയാം. എന്നെ ഒന്ന് മണത്ത് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, ആളെ പരിചയപ്പെടല്ലോ. എന്നെ പരിചയപ്പെടും കേട്ടോ. പുള്ളി വന്ന് മണത്ത് നോക്കുവാണ്. വണ്ടി നമ്പറെല്ലാം നോക്കും അല്ലേ? ആ അത് കിടക്ക്. വണ്ടി നമ്പറൊക്കെ നോക്കും അല്ലേ? ഓ ആ എടുത്തോണ്ടോ? എടുത്തോണ്ട് പോവാ. അടുത്ത ചെരുപ്പ് കൊണ്ടുപോയി. കൊണ്ടുപോയി. വടി കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, താക്കോലെടുത്തു. നമുക്ക് പോവാന്നല്ലേ? പോകാൻ വേണ്ടിയിട്ടാ. മോനെ അതുണ്ട് അടുത്ത്. ആ ലൈറ്റ് എടുത്തിട്ട് വാ. ലൈറ്റ് എടുത്തിട്ട് വാടാ. ടോർച്ചൊക്കെ എടുക്കാം. അത് പറ്റിയില്ലടാ, അത് കാണൂല. ലൈറ്റാണ് കാണൂല. ലൈറ്റാണ്. കണ്ടു. അല്ലല്ല. ഓ പിടിക്കും. പോകാനായിട്ടില്ല. ടോർച്ചും പിടിച്ച് പോവാട്ടോ പുള്ളി. പോകാനായിട്ട് ഇറങ്ങിയാലേ? പോകാൻ നടക്കുന്നത്. ചെരുപ്പും കുടയും വടിയും ലൈറ്റും എന്താ രാത്രി പോകുന്നു. രാത്രി നിങ്ങളിങ്ങനെ ഇറങ്ങി പോവോ? രാത്രി പോവും. പോരാ. നിനക്ക് ലൈറ്റ് വേണോടാ? നിനക്ക് അല്ലാണ്ട് കണ്ണ് കാണൂലേ? അത് തിരിച്ച് കാണിക്കും. ഇങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് കാണിക്കും. ആണല്ലേ? ലൈറ്റ് ചേട്ടന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇനിയിപ്പോൾ പാത്രം അടുപ്പിക്കാം അല്ലേ? ഇനി പാത്രം കൊണ്ട് പരിപാടി ഉണ്ട് കേട്ടോ. അല്ല, ഈ പോക്കിൽ വേണമെങ്കിൽ തേങ്ങ എടുത്തിട്ട് വരാം. നീ പാത്രം എടുക്ക്. പാത്രം എടുക്ക്. കൊണ്ടോ. അടക്ക് വെക്ക്. വെച്ച് നേരെ എടുത്തോ. അവിടെ വെച്ചിട്ട് നേരെ എടുക്ക്. കൊണ്ടുവാ. തന്നെ ആടാ. ഭക്ഷണം കഴിക്കാറാകുമ്പോൾ പാത്രമൊക്കെ എടുത്ത് കൊടുക്കുക. അല്ല, ഞാൻ പറയും മാത്രം. ആണല്ലേ? ഓഹോ. എന്നാ ഇതിപ്പോൾ കണ്ടോളേ. ഇങ്ങനെ പിടിക്കാം. പിടിക്കുക. അങ്ങനെയല്ല, നേരെ എടുത്തിട്ടാ. പാത്രം നേരെ എടുത്താടാ. അവിടെ വെക്ക്. ജിമ്മി അവിടെ വെക്കടാ. അങ്ങനെ ഞാൻ പിടിക്കൂല. നേരെ വെക്കണം. നേരെ എടുത്തിട്ട് വാ. കൊണ്ടുപോകാം. ചെരിഞ്ഞിരിക്കുന്നത് നേരെ എടുത്ത് തരും അല്ലേ? എനിക്ക് ഭക്ഷണം തായോ? അവിടെ വെച്ച് ഞാൻ തരാം. അവിടെ വെച്ചാൽ മതി. ഇവിടെ വെച്ചാൽ മതി. അവിടെ വെക്ക്. പറയുന്നല്ല അതുപോലെ അനുസരിക്കണം കേട്ടോ. ഡാൻസ് കളിക്ക്. അതെടുക്കാം. ഡാൻസ് കളി. അവിടെ വെക്ക്. പാത്രം കണ്ടോ. നമസ്കാരം പറ. ഡാൻസ് കളി. നല്ലോണം കളിക്കണം. ഡാൻസ് കളിക്ക്. കളിച്ച് ഒന്നുകൂടി കളിക്ക്. ഡാൻസ് കളി കേട്ടോ. നല്ലോണം കളിക്കും. കുറച്ച് സ്പീഡിൽ. എന്താ തുള്ളില്ലേ? ഒന്നുകൂടി തുള്ളടാ. തല എങ്ങനെ ആട്ടിയിട്ടാണ്? തലയാട്ടം. ഏതൊക്കെ സ്റ്റെപ്പ് വേണമെന്നില്ലേ? ഇന്നൊന്നും വേണ്ടേ? തരാം. എന്താ ഇതിന് കഴിക്കാൻ എന്താ കൊടുക്കുക? പാല്, മുട്ട, ഇറച്ചി. ഇതില്ലാണ്ട് ഭക്ഷണം കഴിക്കില്ല. ഓഹോ. പാല്, മുട്ട, ഇറച്ചി. ചോറ് തിന്നില്ല? ചോറ് അത് വേണമെങ്കിൽ ഇത് വേണം. പാലും മുട്ട ഇറച്ചി വേണമല്ലേ? ജിമ്മി വിളിയാക്കടാ. ജിമ്മി ജിമ്മി വിളിയൊക്കെ. ജിമ്മി ബാ. ഈ ടാപ്പിനോട് വെക്ക്. ഇവിടെ വെക്ക്. ഇവിടെ വെക്ക്. പേടിയാ. അത് ആ ഉപകരണം. വെള്ളം കുടിക്കടാ. ചേട്ടൻ പറഞ്ഞാലേ കുടിക്കുള്ളൂ കേട്ടോ. അത്രയ്ക്കേ ഉള്ളൂ. വെള്ളം വേണ്ട വരും. എല്ലാം പറഞ്ഞാലേ ചെയ്യുള്ളൂ അല്ലേ? പാത്രം ആടെ കൊണ്ടക്ക്. അപ്പുറം കൊണ്ടക്ക്. നടക്ക്.
വിളിക്കണ്ട അവിടെ ഇവിടെ വയ്ക്കും. സാധാരണ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോകും കേട്ടോ. അവിടെ വെച്ചോ. നമുക്ക് തേങ്ങ എടുത്തിട്ട് വരാം. ബോ മൂത്രം ഒഴിച്ചിട്ട് തേങ്ങ എടുത്തിട്ട് വരാം. തേങ്ങ എടുക്കാൻ പോവാം കേട്ടോ ജിമ്മി. ഇതിപ്പോൾ തേങ്ങ എടുക്കാൻ വന്നാ? ആ ഇപ്പോൾ ഈ തേങ്ങ ഉണ്ടല്ലോ, ആ ഇവിടെ കടിക്കൂല, ഇവിടെ കടിക്കൂ. അതെന്താ? ഇവിടെ കടിച്ചാൽ പല്ല് കയറൂല, ഇവിടെ സോഫ്റ്റാ. അല്ലേ? ആ എടുത്തോണ്ട് പോ, തേങ്ങ എടുത്തിട്ട് പോ. എടുക്കടാ, എടുത്തിട്ട് കൂടെ കൊണ്ടിട്ട്. എടുത്തിട്ട് വരെ കൊണ്ടുവിടറാ. പോ, എടുത്തിട്ട് പോ. തേങ്ങ എടുക്കും. മുമ്പക്കാറുണ്ട്, തേങ്ങ കൊണ്ടുപോകും കേട്ടോ. കൊണ്ടുപോ, വേം പോ. എടുക്ക്. അങ്ങനെ എടുക്കൂല, മടിക്കൂല. നേരെ എടുത്തു തരണം, നേരെ എടുത്താ. അങ്ങനെ എടുക്കൂല. ആ യെസ്. നേരെ വെച്ചാലേ കൊടുക്കുള്ളൂ അല്ലേ? നേരെ വെച്ചാലേ ഞാൻ എടുക്കൂ, അല്ലാണ്ട് മേടിക്കൂല. ഇതെന്താ ഇപ്പോൾ കൊടുക്കുന്നത്? ചോറും ഇത് ചോറ് ഇറച്ചിയില്ലേ? വായിന്ന് വെള്ളം ചാടുന്നു. നമസ്കാരം. നമസ്കാരം. സൗണ്ട് വരില്ല. ഞാൻ പറയും. ഇത് പറഞ്ഞാൽ തിന്നുള്ളൂ അല്ലേ? നമ്മളിപ്പോൾ ഇറച്ചിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കടിക്കൂലേ? ഇതൊന്നുമില്ല അതല്ല. വാരി കൊടുക്കും അല്ലേ? ഒന്നും ആവില്ല, കടിക്കൂല. ഓ, നീ വിളിച്ചാലും കിട്ടിയത് പോലെ വേണം. പോകാനുള്ള പരിപാടിയാ? വടി എടുത്തോണ്ട് വരുന്ന കേട്ടോ. എടുത്തോണ്ടോ പോവാ. പാലിൻ്റെ മൊന്തയൊക്കെ എടുത്ത് പാല് മേടിക്കാൻ പോന്നെയാ? പാല് മേടിക്കാൻ. അവിടെയൊക്കെ ഞാൻ ചെരുപ്പ് ഇട്ടാ. ചെരുപ്പ് എല്ലാ ദിവസവും പാലിൻ്റെ മൊന്ത അങ്ങനെ കൊണ്ടുപോവാ അല്ലേ? ആദ്യം ചെറുപ്പത്തിൽ പഠിച്ചതാ അല്ലേ? നമ്മൾ പാലൊന്നും ഉപയോഗിക്കില്ല. പോവാ, പാലെടുക്കാം. പാല് മേടിച്ചോടാ? വേഗം നടക്ക്. പാല് മേടിച്ചോ ജിമ്മി? പാലൊക്കെ മേടിച്ച് തിരിച്ചു പോവാ കേട്ടോ. അവിടെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് പറ. ഇതിപ്പോൾ ജമ്പിങ് സർക്കസ് അല്ലേ? ഇങ്ങോട്ടോ. ഓ, ഒന്നോടെ അത് കിട്ടിയില്ല. ഒന്നും കൂടി. ജിമ്മി. ഓ, ഒന്നോടെ വിചാരിച്ചു. ഒന്നും കൂടി. ഇവിടെ വാ. വലിയ സ്പീഡിൽ ചാടണം കേട്ടോ. റെഡി വാ. ഒരു പ്രാവശ്യം വിചാരിച്ചോ. ഇങ്ങോട്ടോ. ഇവിടെ വാ. അത്ഭുതകരമായ പരിപാടി. വേറെ പരിപാടി ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി പോകും. ഓ, അങ്ങനെ ആടന്നു കേട്ടോ. വാ. 1 2. ജിമ്മി. ഡാൻസ് കളിക്ക്. അങ്ങനെയൊന്നും പോരാ. എടുത്ത് ആടാ. ഇങ്ങോട്ടാ. കണ്ണട എടുത്ത് തരും അല്ലേ? ഇതൊന്നും ഒരു പരിക്കും വരില്ല.
അല്ലേ? ഒന്ന് കണിക്കോയിലൊന്നുമില്ല. ഫോണെടുത്ത് കയറും. ഫോൺ വന്ന അടിച്ചാലാ എടുത്തയാ? അത് അടിച്ചാൽ ആദ്യം എടുക്കുമായിരുന്നു. ഫോൺ ഇത് കംപ്ലൈൻറ്റാണ് അല്ലേ? മറ്റേ ഇത് വലിയ ഫോണില്ലേ, അതെടുക്കില്ല. എടുക്കൂല്ലേ? സാധാ ഫോൺ അല്ലേ? സാധാരണ ഫോണേ എടുക്കും. മറ്റേ ഫോൺ എടുക്കണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് കെട്ടി കൊടുക്കണം. ഓഹോ, അവന് കിട്ടൂല, അല്ലേ? എടുക്കാൻ കിട്ടൂല. പല്ല് കടിക്കാൻ കിട്ടൂല. ഇമ്മി വാ, ആ ഫോൺ ഇങ്ങടുത്ത് നമുക്ക് പോകാമല്ലോ. ഫോൺ എടുത്തിട്ട് വാ. ഫോൺ എടുത്ത് കൊടുക്കുന്നുട്ടോ. ഇങ്ങോട്ടാ, ഇങ്ങതാ ഇങ്ങോട്ട് നോണ്ടാ. കുളിക്കാൻ പോവാ. നമുക്കൊന്ന് ഇതേ ചേട്ടൻ പട്ടീനെ കൊണ്ട് കുളിക്കാൻ പോവാ കേട്ടോ. വടിയെടുത്താടാ വേണ്ട. കുളിക്കാൻ പോവാ അല്ലേ? അപ്പാ പിടിച്ചോ, പോവാ. പഴയ പോവാ കുളിക്കാൻ. നടക്കും. തോർത്തൊക്കെ എടുത്ത് പോവാ അല്ലേ? രണ്ടുപേരും കൂടെ തോർത്തൊക്കെ എടുത്ത് പോവാട്ടോ. രണ്ടുപേരും കൂടെ കുളിക്കാൻ പോകുന്ന പോക്കാട്ടെ കാണുന്നത്. നല്ല രസമാണ് ഈ പോക്ക് കാണാനായിട്ട് തന്നെ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നേ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആ സൗഹൃദത്തിൻ്റെ ഒരു കഥയാട്ടോ. പട്ടികളൊക്കെ, പ്രത്യേകിച്ച് പട്ടികളൊക്കെ മനുഷ്യനോട് എന്തോരം ഇണങ്ങുമെന്നുള്ളതാണ് നമ്മളിത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ചേട്ടൻ പറയുന്നത് എന്തെല്ലാം കമൻറ്റുകളാണ് അത് അനുസരിക്കുന്നത്. എന്ത് പറഞ്ഞാലും കേൾക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ഭക്ഷണം പോലും ചേട്ടൻ പറഞ്ഞാൽ മാത്രമേ അത് കഴിക്കത്തുള്ളൂ. മുമ്പിൽ കൊണ്ടു വെച്ചാലൊന്നും തിന്നത്തൊന്നുമില്ല. അപ്പോൾ അതുപോലെ ഭയങ്കര അനുസരണം കേട്ടോ. ഈ പുഴയിലല്ലേ പോകുന്നത്? ഇത് ബരാപ്പോൾ പുഴയല്ലേ? ഇതല്ലേ മറ്റേ ഇരുട്ടിയിൽ വരുന്ന പുഴ? ബരാപ്പോൾ പുഴ കേട്ടോ, കൂട്ടുപുഴ തന്നെ. ഈ പുഴയിൽ ഇറങ്ങുന്നത് കുളിക്കണം എന്ന് വെച്ചാൽ പുള്ളി ഇറങ്ങും കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ കുളിക്കാനായിട്ട് പോകുന്നില്ല. പുഴയുടെ അടുത്ത് വരെ എത്തി. പുള്ളിക്ക് കുളിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ചേട്ടനിപ്പോൾ വയ്യാതിരിക്കുന്നതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നനയല്ലോ. ചേട്ടൻ ഇറങ്ങാൻ പറ്റിയല്ലേ? അല്ലല്ല, ഇവൻ നനയല്ലോ. പിന്നെ നമുക്ക് ഇനി അടുത്ത പരിപാടി കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അതെ ചേട്ടന് പിന്നെ തോർത്തി പിന്നെ ഭയങ്കര ആവേശമായിരിക്കും അല്ലേ? ജിമ്മി വിളിയാക്കടാ. ജിമ്മി വിളിയാക്ക്. ഓ ഒന്നടേ ജിമ്മി. അങ്ങനെ വിളി കേട്ടോ അങ്ങോട്ട്. എത്ര മടി. ഞാൻ പറയാണ്ട് നടക്കൂല. നിങ്ങൾ പറയണല്ലേ? പുള്ളി പറഞ്ഞോണ്ട് കേട്ടോ. ജിമ്മി പോവാ. ഈ ബ്രഷം എടുത്തോ. ബ്രഷ് എടുത്തോ. ഇത് വീട്ടിൽ വെക്കാം. നടന്നോ. അങ്ങനെയല്ലോ വിചാരിച്ചിട്ട് പോയിക്കോ, വീട്ടിൽ പോക്കോ. വേഗം പോക്കോ. അങ്ങനെയാ പിടിക്കണ്ടേ. വേഗം നടന്നോ. പോയി ഓന്ത് ബ്രഷം പിടിച്ച് പോവാ അല്ലേ? പെയിൻ്റ് അടിക്കാൻ പോവാ നീ? നടക്ക് 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 നടക്ക്. കൊടുക്കട കൈ മുകളിൽ കയറി. കൊടുക്ക് കൈ കൊടുക്ക്. കൈ കൊടുക്കടാ. ജോർജേട്ടനെ വിളിച്ചേ. ജോർജേട്ടനെ വിളിച്ചേ. വരാൻ പറ. അങ്ങനെയുള്ള പാത്രം എടുത്തോണ്ടോ വല്ലോ നമുക്ക് മേടിക്കാൻ പോവാം അല്ലേ? ഓട്ടോറിക്ഷ അന്നേരം ചാടിക്കോ. ഓട്ടോറിക്ഷ അന്നേരം ചാടിക്കോ. ഞാൻ താക്കോല അവൻ്റെ അടുത്ത് കൊടുത്തിട്ടാ പോലും. പിന്നെ നോക്കുമ്പോ ഇനി വേറെ ആരെയും ചോദിച്ചാൽ കൊടുക്കുകയെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ കൊടുക്കലില്ല അവൻ്റെ അടുത്ത്. അല്ല ഞാൻ അവൻ്റെ അടുത്ത് താക്കോൽ കൊടുത്തിട്ടാ പോകാം. ചവിട്ടീൻ്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ വരുമ്പോൾ എടുത്ത്. ജിമ്മി ബ്രഷാടെ വീട്ടിൽ പോ. മതി പോ. വേഗം വീട്ടിൽ കൊണ്ടൊക്കെ ഒരത്തെ കൊണ്ടുവച്ചോ. മടുത്തു പോയടാ. വണ്ടി കയറി ഇറങ്ങാൻ പറ. ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങും. പറ ഇറങ്ങിക്കേ. കയറ് വണ്ടി കയറ്. വണ്ടി കയറാൻ പറഞ്ഞൊക്കെ കയറൂല്ലേ?
ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങി ഇറങ്ങാൻ പറഞ്ഞാലും പുള്ളി ഇറങ്ങും കേട്ടോ. ഒരാൾ മിടുക്കനാണ്. അയൽവാസികൾക്കൊക്കെ ആണെങ്കിലും പുള്ളിയെക്കുറിച്ച് നല്ല അഭിപ്രായം കേട്ടോ. അപ്പം എങ്ങനെയാണ് ഈ ചേട്ടൻ സ്വന്തമല്ലേ ഇതിനെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ വീടുകളിൽ പട്ടികളൊക്കെ ഉള്ള ആൾക്കാരോട് എങ്ങനെയാണ് ഇത് അവർക്കുള്ള ഒരു ഉപദേശം തരാം, എങ്ങനെയാണ് ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുക? അത് വളരെ ചെറുപ്പത്തിൽ പട്ടീനെ പിടിക്കണം. അതിനെ ശരിക്ക് കുട്ടികളെ നോക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കണം. അടിക്കുകയും വേണം. അല്ല പറഞ്ഞാൽ കേൾക്കാൻ അടിക്കുകയും വേണം. നല്ല അടി മേടിച്ചിട്ടുണ്ടാവും. അല്ലേ? കുട്ടികളെ വളർത്തണം. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ബിസ്ക്കറ്റോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കണം. പിന്നെ സർക്കസ് പഠിപ്പിച്ചതിൻ്റെ രഹസ്യം പറഞ്ഞു തരില്ല. അല്ലേ? അത് വേണ്ട, ചേട്ടൻ്റെ ട്രേഡ് മാർക്കല്ലേ. അപ്പോൾ ഇതാട്ടോ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ ജിമ്മിയും കുമാരേട്ടനും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധമൊക്കെ നമ്മൾ കണ്ടു. നായ്ക്കളും ഒക്കെ അങ്ങനെയാണ്. വീട്ടിൽ പട്ടിക്കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ട്രെയിൻ ചെയ്ത് ഇതുപോലെ സ്നേഹത്തോടെ നമ്മൾ അവരെ പരിചരിക്കുകയാണെങ്കിൽ അവരും തിരിച്ച് ഇതുപോലെ തന്നെ നല്ല നല്ല കമാൻഡുകളൊക്കെ അനുസരിക്കുകയും അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അവരെ അങ്ങോട്ട് തിരിച്ചും ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ടും അതേപോലെയുള്ള പെരുമാറ്റ രീതികൾ നമുക്ക് ഇങ്ങോട്ടും തരും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ പട്ടി വീടുകളിലൊക്കെ ഉള്ളവർക്കും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചേട്ടൻ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വളർത്തുന്നത്. ഇപ്പോൾ ചേട്ടൻ്റെ വൈഫ് മരിച്ചു പോയതാണ്. അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഇല്ല, ചേട്ടനൊപ്പം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോഴും ഈ പട്ടിക്കുട്ടിയാണ് ഇതിന് ജിമ്മിയാണ് ചേട്ടന് കൂട്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരു ആശ്വാസം തന്നെയാണ്. നമുക്ക് ഒറ്റപ്പെടുന്ന ആ ഒരു സമയത്ത് എപ്പോഴും കൂട്ടിന് ആരെങ്കിലുമൊക്കെ ഉണ്ടാകുകയെന്ന് പറഞ്ഞാൽ, അപ്പോൾ പലർക്കും പല ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ പട്ടിക്കുട്ടികളോ അല്ലെങ്കിൽ വീട്ടിലെ പട്ടിയൊക്കെ ആയിരിക്കും അവർക്ക് കൂട്ടുള്ളത്. അപ്പോൾ അതുപോലെ അറ്റാച്ച്മെൻറ്റ് എപ്പോഴും നമുക്ക് ഡോഗ്സിനോട് വരാറുണ്ട്. അത് നമുക്ക് പലർക്കും വരാറുണ്ട്. അപ്പോൾ ഏതായാലും കുമാരേട്ടൻ്റെ ആ ഒരു നല്ല കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഒരു അനക്കം കേട്ട് കഴിഞ്ഞാൽ സിഗ്നൽ വരും. ആണല്ലേ? 1-2 പറക്കും. ഞാൻ കണ്ടു കഴിഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു. ആണല്ലേ? അപ്പോൾ ഒത്തിരി വീട്ടിൽ ആര് വന്നാലും ചേട്ടനെ അറിയിക്കും കേട്ടോ. അതുപോലെ തന്നെ ചേട്ടൻ എവിടെയെങ്കിലും കടയിലൊക്കെ പോയി കഴിഞ്ഞാലും പുള്ളിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇതുപോലെ പട്ടികൾ നമ്മളോട് അറ്റാച്ച്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഒരു നാടൻ പട്ടിയാണ്. അതെ, ഒരു നാടൻ പട്ടീനെ ഇത്രയും സെറ്റപ്പായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് കുമാരേട്ടൻ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനുമായിട്ട് ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്